ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പുട്ടാണ്. പൊടിയൊന്നും വാട്ടാതെ, ഒട്ടും തന്നെ വെള്ളവും ചേർക്കാതെ, കൈകൊണ്ടൊന്നും നനയ്ക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ പുട്ടാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു രീതിയിൽ എത്ര കിലോ പൊടിയിൽ വേണേലും ഇതുപോലെ പുട്ട് തയ്യാറാക്കാം. അതുപോലെ പൊടി ഏതായാലും ഇതേപോലെ നല്ല സോഫ്റ്റ് ആയി തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു പുട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സ്ഡ് ജാറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. പൊടി വറുത്തതോ വറുക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വറുക്കാത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല, ചൂടോടെ മാത്രമേ അത് സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. വറുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് വരെ ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചോറാണ്. ഞാനിവിടെ റോസ് അരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഏതരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു 250 ml കപ്പിൻ്റെ അളവിലുള്ള പൊടിക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് അളവിൽ 1 കപ്പ് നിറയെ ചോറ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഈ ഒരു കണക്കനുസരിച്ച് എടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് കറക്റ്റ് പരുവത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് ഒരു വെള്ളം കുടിക്കുന്ന ഗ്ലാസിൻ്റെ അളവിനാണ് ഒരു ഗ്ലാസ് പൊടി എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 1/2 ഗ്ലാസോളം ചോറ് എടുക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് ഇതേപോലെ പരുവത്തിൽ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെ ഇതിൻ്റെ ജാറ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് പൾസ് മൂഡിലിട്ടിട്ട് ഒരു 4 പ്രാവശ്യമായിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ തന്നെ ഈ ഒരു ചോറുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും, ചോറിൻ്റെ ആ ഒരു നനവിൽ തന്നെ പൊടി നന്നായിട്ട് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് കട്ടയായിട്ട് ഈ പൊടി ഇരിക്കും. അതൊക്കെ കൈകൊണ്ട് ഇങ്ങനെ വിടുവിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ പുട്ടിൻ്റെ പൊടിയിൽ വെള്ളം നനച്ചിട്ട് മാവ് റെഡിയാക്കി എടുക്കുന്ന അതേപോലെ തന്നെ നല്ല നനഞ്ഞ മാവാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലുള്ള ഈ ഒരു കട്ടകളൊക്കെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പരുവത്തിൽ തന്നെ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് കയ്യിലെടുത്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരു മെഷർമെൻ്റ് അനുസരിച്ച് നമുക്ക് എത്ര കിലോ പൊടിയിൽ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചായിട്ട് മാവും തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിരട്ടപ്പുട്ട് മേക്കറിൽ വേണമെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇത് വേവിച്ചെടുക്കാനായിട്ട് പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതുപോലെ മാവ് നിറച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. വെള്ളം തിളച്ച് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു പുട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ പുട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് വന്ന പുട്ടിനെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു മാവിൽ തന്നെ ഞാൻ ഒരു കുറ്റി പുട്ടും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഒരു അടിപൊളി പുട്ടാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതിൽ നിന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സാധാരണ വെള്ളം കുറഞ്ഞ പുട്ടാവുമ്പോൾ നമ്മൾ ഇതുപോലെ കയ്യിലെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ പൊടിയായിട്ട് തന്നെ വേവിക്കാത്ത പോലെ കിടക്കും. അതെല്ലാവർക്കും അറിയാം. പക്ഷേങ്കിൽ ഈ ഒരു പുട്ട് നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നല്ല നനഞ്ഞ പോലെ തന്നെ നല്ല കട്ടയായിട്ട് കിട്ടുന്നുമുണ്ട്. എന്നാൽ കുടഞ്ഞിട്ട് കൊടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിടക്കുന്നുമുണ്ട്. ഇനി നിങ്ങൾ പുട്ടുണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. പിന്നെ എളുപ്പമായതുകൊണ്ടും നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയതുകൊണ്ടും പുട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ പിന്നെ എപ്പോഴും ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.